സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജൂൺ മാസത്തിലെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പ്രതിമാസ ആനുകൂല്യങ്ങൾ പൂർണ്ണ തോതിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് 1080 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചില സഹകരണ ബാങ്കുകളിൽ തുക പിടിച്ചുവെക്കുന്ന സാഹചര്യമുണ്ടായി. നിശ്ചിത ദിവസമൊക്കെ കഴിഞ്ഞാണ് തുക റിലീസ് ചെയ്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ തുക വിതരണം ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനുകൂല്യം ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ആനുകൂല്യം 2000 രൂപ വീതം വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഉണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. സർക്കാരിന്റെ അറിയിപ്പനുസരിച്ച് ജൂലൈ മാസം 3-ാം തീയതിക്ക് മുൻപ് ഈ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം എത്തിച്ചേരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണെന്ന് സർക്കാർ വ്യക്തമാക്കി. മുൻ സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഈ പുതിയ പദ്ധതിയിലേക്ക് ഏകദേശം 18 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായിട്ട് സഹായം ലഭിച്ചിരുന്നു. എങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ ഒരുപാട് അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികളൊക്കെ തന്നെ ലഭിച്ച സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുന്നതിനായിട്ട് സർക്കാർ താൽക്കാലികമായിട്ട് പെൻഡിംഗ് വെച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെ ഒക്കെ തന്നെ നിലവിലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.